ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാരോട്ട് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ വ്യക്തിയുമായി നിങ്ങൾക്ക് ഒന്നിക്കാൻ സാധിക്കുമോ? നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വ്യക്തിയുമായി നിങ്ങൾക്ക് ഒന്നിക്കാൻ സാധിക്കുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് പയൽ റീഡിംഗ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു ഡീറ്റെയിൽ റീഡിംഗ് ആണ്. സോ നമ്മളിവിടെ കുറച്ച് കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ റീഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ നമ്മൾ പയൽ റീഡിംഗ് ഒന്നുമല്ല ചെയ്യുന്നത്. ജസ്റ്റ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ ഒരു വീഡിയോ കാണുക, ഈ ഒരു റീഡിംഗ് കാണുക, നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചിട്ട് കാണുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക, ഡീപ്പ് ബ്രീത്ത് എടുക്കാം. ഓക്കെ, ബ്രീത്ത് ഇൻ ചെയ്യുക, ഔട്ട് ചെയ്യുക, റിലാക്സ് ആയിട്ടിരിക്കുക, കൂളായിട്ടിരിക്കുക. അവസാനം നമ്മൾ കുറച്ച് ലവ് മെസ്സേജസ് എടുക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ യൂണിവേഴ്സിന്റെ മെസ്സേജും എടുക്കുന്നതായിരിക്കും. ഓക്കെ, ബാക്ക് ടു റീഡിംഗ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. പിന്നെ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സ്ക്രീനിൽ കൊടുക്കാനായിട്ട് പറ്റത്തില്ല, കാർഡ്സ് ഒക്കെ ഇരിക്കുന്നത് കാരണം. സോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എൻ്റെ വാട്സപ്പ് നമ്പറാണ്. എനിക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ബാക്ക് ടു റീഡിംഗ്. സോ നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങൾ ഇരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അത് ഇപ്പോൾ സ്മൂത്ത് ഗോയിങ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഈ വ്യക്തി തരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ വിഷമത്തിലാണ്. കാരണം ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള ആക്ഷനും ഇല്ല, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കാര്യങ്ങളും സപ്പോർട്ടീവായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾ സന്തോഷത്തോടെ സംസാരിക്കുകയാണെങ്കിൽ പോലും ഈ വ്യക്തി ഒഴിഞ്ഞു മാറുന്ന, അല്ലെങ്കിൽ ഈ വ്യക്തി തിരിച്ചിങ്ങോട്ട് സന്തോഷം കാണിക്കാതെ ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ മനസ്സ് കുറച്ച് എന്താ പറയുക, ഒരു ഡിസ്റ്റർബ് ആയിട്ടിരിക്കുന്ന ഒരു രീതി. ചിലപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ടാകണം, നിങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ടാകണം, അനാവശ്യമായിട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകണം. സോ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പോൾ ഈ വ്യക്തിയുടെ എനർജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഈ വ്യക്തിക്ക് ഭയം വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന ഒരുപാട് വാക്ക് തർക്കങ്ങൾ, അതായത് നിങ്ങൾ ഈ പേഴ്സണായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് ഒരുപാട് തല്ലുപിടുത്തങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്, വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ പേഴ്സണ്, അതായത് ഈഗോ ആയിരുന്നു ഇവിടെ പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് വിജയിക്കണം, ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ള ഒരു മനോഭാവത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, നിങ്ങൾ എങ്ങനെയൊക്കെ പോയാലും അവസാനം തല്ലുപിടുത്തത്തിൽ ചെന്നാണ് അവസാനിക്കുന്നത്. ഓക്കെ, നിങ്ങൾ എങ്ങനെയൊക്കെ പോയാലും അവസാനം ചെന്ന് നിൽക്കുന്നത് തല്ലുപിടുത്തത്തിലാണ്, അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ്, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുന്ന സിറ്റുവേഷനിലാണ്. ഒന്നിരിക്കലും ആ പേഴ്സൺ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ട് പോകും, അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണെ ബ്ലോക്ക് ചെയ്ത് വെക്കും. സോ തീർച്ചയായിട്ടും ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങൾ ഈ പേഴ്സൺ ആയിട്ട് തുടങ്ങിയിട്ട് മേ ബി ചിലപ്പോൾ 6 മാസമായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ 1 വർഷമായിട്ടുണ്ടാകാം, 1 വർഷം കഴിയുന്നുണ്ടാകാം. ഓക്കെ, അപ്പൊ അത്രയും ലോങ് ആയിട്ടുള്ള ഒരു സെപ്പറേഷൻ പീരീഡ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഇപ്പോൾ ഒരു ഉൾഭയം വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഈ പേഴ്സൺ റീതിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഈ വ്യക്തി റീതിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒന്നും കൂടെ ചിന്തിച്ച് നോക്കുകയാണ്. ഓക്കെ, എന്താണ് എൻ്റെ തെറ്റ്, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്താണോ തെറ്റ്, ഞാൻ എന്താണ് ഇവിടെ തെറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തുകൊണ്ടാണ് എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഈ വ്യക്തിയോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വാട്ട് ഹാപ്പനിങ് ടു മീ, അല്ലെങ്കിൽ എന്താണ്, വാട്ട് വാസ് ഗോയിങ് ഓൺ, എന്തുകൊണ്ട് ഈ ഒരു സെപ്പറേഷൻ ജേർണി വരുന്നു. അത്തരത്തിലുള്ള ചിന്തകളിൽ ഈ പേഴ്സൺ നല്ല രീതിയിൽ അത്തരത്തിൽ ചിന്തിക്കുന്നുണ്ട്.
സോ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി ആകെ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ചിലപ്പോൾ ഈ പേഴ്സന്റെ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടാകാം. അതിൻ്റെ ഇടയിലായിരിക്കാം നിങ്ങളായിട്ടുള്ള പ്രശ്നവും ഈ പേഴ്സന് വന്നിട്ടുള്ളത്. അപ്പം ഒരു വശത്ത് നിങ്ങൾ, ഒരു വശത്ത് ഈ പേഴ്സന്റെ കരിയർ. അപ്പൊ ടോട്ടലി മൊത്തത്തിൽ പ്രശ്നമായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ആരിൽ നിന്നൊക്കെയോ എന്തൊക്കെയോ തരത്തിലുള്ള സഹായങ്ങൾ ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ചിലപ്പോൾ യൂണിവേഴ്സ് അയച്ചതായിരിക്കണം. അതായത് ഒരു പേഴ്സൺ വല്ലാണ്ട് കഷ്ടപ്പെടുമ്പോൾ, ബിക്കോസ് ഈ വ്യക്തിയുടെ കർമ്മ റിലേറ്റഡ് ആയിട്ടൊക്കെ കിടക്കുന്നു. അതായത് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെടണം എന്ന് വെച്ചിട്ടല്ല, അല്ലെങ്കിൽ ഓക്കെ ഞാൻ ഇവളുടെ അടുത്ത് ദേഷ്യപ്പെട്ടേക്കാം എന്നുള്ള രീതിയിൽ ദേഷ്യപ്പെടുന്നതല്ല. എന്തൊക്കെയോ കർമ്മ ബേസ് ചെയ്ത് കിടക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, ഒരു ഡാർക്ക് എനർജി. ആൻഡ് ഓൾസോ കുറച്ച് ആൾക്കാരുടെ റിലേഷൻഷിപ്പിൽ നമുക്കിവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തി പലതരത്തിൽ നിങ്ങളുടെ അടുത്ത് പെരുമാറിയിട്ടുണ്ട്. ആദ്യം സ്നേഹത്തോടെ ആയിരുന്ന ഈ വ്യക്തി പിന്നീട് പോകെ നിങ്ങളോട് സ്നേഹമില്ലാത്ത രീതിയിൽ പെരുമാറുക, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ പെരുമാറുക, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക, അധികം അറ്റാച്ച്മെന്റ് കാണിക്കാണ്ടിരിക്കുക, അത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ നമുക്കിവിടെ ഒരു അമ്മയുടെ എനർജി നമ്മൾക്കിവിടെ കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു പരിധി വരെയും ഇവിടെ തേർഡ് പാർട്ടി എന്ന് കാണിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ അമ്മ തന്നെ ആയിരിക്കണം. അതായത് നിങ്ങളുടെ വ്യക്തിയുടെ അമ്മ. ബിക്കോസ് ഇവിടെ ഒരു ലേഡി ഇവിടെ തടസ്സപ്പെട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. സോ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു, നിങ്ങളെ വേദനിപ്പിച്ചു. നിങ്ങൾക്ക് അർഹിക്കപ്പെട്ട പല സ്നേഹവും അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കൊടുത്ത പല കാര്യങ്ങളും ഈ വ്യക്തി തിരിച്ചിങ്ങോട്ട് അതുപോലെ തന്നിട്ടില്ല. നിങ്ങൾ അങ്ങോട്ട് ബഹുമാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തി അത് തിരിച്ചു തന്നിട്ടില്ല. സ്നേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് തന്നിട്ടില്ല. അപ്പൊ ഒരിക്കലും നിങ്ങൾക്ക്, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അർഹിക്കപ്പെട്ട ഒരു കാര്യവും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പിന്മാറി. നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും, ഈ ഒരു പ്രണയബന്ധത്തിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് മാക്സിമം നിങ്ങൾ ശ്രമിച്ചു. പുറത്തേക്ക് കടന്നു വന്നു, നിങ്ങൾ സ്വതന്ത്രരായി. പക്ഷെ എപ്പോഴാണോ നിങ്ങൾ സ്വതന്ത്രരായത് അപ്പോൾ മുതൽ ഈ വ്യക്തിക്ക് മിസ്സിങ് വരാനായിട്ട് തുടങ്ങി, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ വരാനായിട്ട് തുടങ്ങി. നിങ്ങൾ ശരിയായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്ന സന്തോഷം, അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത്രയും കെയർ ഈ വ്യക്തിക്ക് വേറെ ആരിൽ നിന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ വ്യക്തി മനസ്സിലാക്കി വരികയും അതിലൂടെ ഇപ്പോൾ ഈ വ്യക്തി മുന്നോട്ട് വരാനാണ് കാണിക്കുന്നത്. കാരണം നമുക്ക് സെന്റർ ഓഫ് ദ കാർഡ് നമ്മൾക്ക് കറേജ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ചിലപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാകണം, ചക്രാസ് ഹീലിംഗ് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാകണം, അഫർമേഷൻസ് ചെയ്യുന്നുണ്ടാകണം, മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ചെയ്യുന്നുണ്ടാകണം. സോ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നിങ്ങളുടെ പേഴ്സണും ആ ഒരു ഹീലിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓറയിലുള്ള നെഗറ്റീവ് ഒക്കെ ക്ലിയർ ചെയ്ത് കളഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള സത്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തി മറ്റാരോടൊക്കെയോ ഉപദേശം തേടുന്നുണ്ട്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനി എന്ത് ചെയ്യണം, എന്ത് സ്റ്റാർട്ട് ചെയ്യണം, ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യത്തിൽ ഈ വ്യക്തി മറ്റാരുടെയൊക്കെയോ ഉപദേശം തേടുന്നതായിട്ട് കാണിക്കുന്നു. ഈ വ്യക്തിക്ക് ആരൊക്കെയോ മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്, പ്രചോദനം കൊടുക്കുന്നുണ്ട്, കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. കാരണം ഇൻക്രീസ്ഡ് അവയർനെസ് കാർഡാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. ഡീപ്പ് കണക്ഷൻ ആണ്. അതായത് ഈ പേഴ്സൺ ആയിട്ട് നിങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മുജ്ജന്മ ബന്ധം, അല്ലെങ്കിൽ ഒരു കർമ്മം റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു ബന്ധമാണിത്. ഒരു കർമ്മമുണ്ട്. അത് ഈ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങൾക്ക് തിരിച്ച് ഈ പേഴ്സണെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഒരു കർമ്മമാണ്. അതിവിടെ കിടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പേഴ്സണെ വിട്ട് ഒരിക്കലും എങ്ങോട്ടും പോകാനായിട്ട് സാധിക്കില്ല. ഈ പേഴ്സണും അങ്ങനെ തന്നെയാണ്. പിന്നെ ചെറിയ രീതിയിലുള്ള വിള്ളലുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് തേർഡ് പാർട്ടി മൂലമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്നും ഈ വ്യക്തി
ആ ഒരു തേർഡ് പാർട്ടിയുടെ കെട്ടുകളൊക്കെ പൊട്ടിച്ച് മുകളിലേക്ക് ഉയർത്തെഴുന്നേക്കാൻ ഈ വ്യക്തി തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെതായിട്ടുള്ള പ്രചോദനങ്ങൾ ഈ വ്യക്തിക്ക് കിട്ടുന്നുണ്ട്, കോൺഫിഡൻസ് ലഭിച്ചിട്ടുണ്ട്. ഈ വ്യക്തി തിരിച്ചു വരാനായിട്ട് ശ്രമിക്കുന്നു. ഈ വ്യക്തിയുടെ തെറ്റുകൾ മനസ്സിലാക്കുന്നു. ഈ വ്യക്തി മറ്റുള്ളവരുടെ ഉപദേശം, മേ ബി കൗൺസിലിങ്ങിന് പോകുന്നുണ്ടാകാം, അല്ലെങ്കിൽ സംതിങ് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാകാം, ഉപദേശം തേടുന്നുണ്ടാകാം, സംതിങ് ആരൊക്കെയോ ഈ പേഴ്സണെ ഗൈഡ് ചെയ്യുന്നുണ്ട്. എനിവേ അത് യൂണിവേഴ്സ് വിട്ട ആളായിരിക്കണം എന്നാണ് നമുക്ക് ഇവിടെ പറയാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് ഒരു പ്രോഗ്രസീവ് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഇംപ്രൂവ്മെന്റ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ പേഴ്സന്റെ കോളിനോ മെസ്സേജിനോ ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ഒരു പോസിറ്റീവ് ആക്ഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, നമുക്കിനി ലവ് മെസ്സേജസ്, റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് പറയുന്നത്, അതുപോലെ യൂണിവേഴ്സ് നിങ്ങളോട് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? തീർച്ചയായിട്ടും നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഫോളോ യുവർ ഓൺ ഗുഡ് അഡ്വൈസ് എന്നാണ്. അതായത് നിങ്ങൾക്ക് ട്രസ്റ്റ് ഇൻ യുവർ സെൽഫ്, യു നോ വാട്ട് ദ ബെസ്റ്റ് ഫോർ യു. അതായത് ആരൊക്കെ നിങ്ങൾക്ക്, അതായത് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആൾക്കാരുടെ ഉപദേശത്തിന്റെ ആവശ്യമില്ല. കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരാണ്, പ്രാർത്ഥനകൾ ചെയ്യുന്ന ആൾക്കാരാണ്, ഹീലിംഗ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പല കാര്യങ്ങളും തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇന്നത് കൊള്ളില്ല, ഇന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ ജേണി എന്തിനു വന്നു. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള, സ്പിരിച്വലി അവേക്കനിങ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ കാര്യങ്ങളെ നിങ്ങൾ ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും ഓവറായിട്ട് ഇവിടെ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് കാണിക്കുന്നു. ചേഞ്ച്ഡ് ഇൻ ദ നൈറ്റ് യു ഹാവ് ചേഞ്ച്ഡ് ക്വിക്കിലി. അതായത് നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതാണ് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പിൽ നിന്നും സന്തോഷകരമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ എങ്കിൽ പോലും അതിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ച ഒരു പോസിറ്റീവ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും യഥാർത്ഥ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചു. അതായത് ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്തായിരുന്നു, നിങ്ങൾക്ക് ഇത്രയും ക്ഷമ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ പല കർമ്മങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ തീർക്കാനായിട്ട് സാധിച്ചു. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബാഡ് കർമ്മ, ഒരു മോശപ്പെട്ട കർമ്മങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ ഒരു റിലേഷൻഷിപ്പ് വന്നതോടുകൂടി ഫെയ്ഡായി പോയി, അല്ലെങ്കിൽ അത് മാറിപ്പോയി, പിൻവാങ്ങിപ്പോയി എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് മാറി. വളരെ നെഗറ്റിവിറ്റിയിൽ ഇരുന്ന നിങ്ങൾ ഇപ്പോൾ നല്ല കോൺഫിഡന്റ് ആൻഡ് ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരായി മാറി എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ റിലേഷൻഷിപ്പ് കൊണ്ട് എനിക്ക് ഒരു ഉപകാരവും ഉണ്ടായില്ല, നെഗറ്റീവ് മാത്രമാണ്. ഒരിക്കലുമല്ല, നിങ്ങൾ പെട്ടെന്ന് മാറി എന്നുള്ളതാണ്. അതായത് നിങ്ങൾ കോൺഫിഡന്റ് ആയി, സ്ട്രോങ് ആയി, നിങ്ങൾ നന്നായിട്ട് പഠിക്കാത്തവരാണെങ്കിൽ പഠിക്കാൻ തുടങ്ങി, ജോലി നോക്കി നടന്ന ആൾക്കാർക്ക് ജോലി ലഭിച്ചു, നിങ്ങൾ ഫിനാൻഷ്യലി ഒക്കെ സെറ്റിൽഡ് ആയതായിട്ട് കാണിക്കുന്നു. ആൻഡ് ഓൾസോ ലോ ഈസ് നോട്ട് ജസ്റ്റിസ്, റൂൾസ് ആർ നോട്ട് ഫെയർ. ഓക്കെ, അതായത് ചില സമയത്ത് നിങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഇപ്പൊ ട്വിൻ ഫ്ലെയിം ജേണിയൊക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹം നമുക്ക് ഒരിക്കലും ഇങ്ങോട്ട് ലഭിക്കുകയില്ല. അത് ആ ഒരു ജേണിയുടെ പ്രത്യേകതയാണ്. അപ്പൊ ട്വിൻ ഫ്ലെയിം ജേണിയിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്, ഓക്കെ ഞാൻ അവനെ സ്നേഹിച്ചു, അപ്പൊ അവൻ എന്നെ തിരിച്ചു സ്നേഹിക്കുന്നില്ല. ഒരിക്കലും വിചാരിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മൾക്ക് ഒരു സപ്പോർട്ടും നമ്മളുടെ പാർട്ട്ണറിൽ നിന്നും, അല്ലെങ്കിൽ നമ്മുടെ ഡിവൈൻ മാസ്കുലൈനിൽ നിന്നോ ഡിവൈൻ ഫെമിനിൽ നിന്നോ നമ്മൾക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് ഡിവൈൻ്റെ ഓർഡർ, അല്ലെങ്കിൽ ഈ ഒരു ജേണിയുടെ ഓർഡർ. അതുപോലെ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ പേഴ്സണോട് മോശപ്പെട്ട രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാഡ് കർമാസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നീതി ലഭിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഈ പേഴ്സൺ അത്രയും തകർന്നിരുന്നപ്പോൾ ഈ വ്യക്തിയെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് നിങ്ങളായിരിക്കാം. പക്ഷെ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ മുഖത്തടിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നിട്ടുണ്ടാകാം.
അത് നിങ്ങൾ അനുഭവിക്കേണ്ട ഒരു കർമ്മമാണ്. സോ നിങ്ങൾക്ക് നീതി ലഭിച്ചില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ മോശക്കാരാണ് എന്നല്ല, അത് കർമ്മമാണ് എന്ന് വിശ്വസിക്കുക. അതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് ഓൾസോ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചോ ഈ പേഴ്സണെ കുറിച്ചോ നിങ്ങൾ മേ ബി സ്വപ്നങ്ങൾ കാണുന്നുണ്ടാകാം. ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടോ അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നതായിട്ടോ സോറി പറയുന്നതായിട്ടോ വീണ്ടും മെസ്സേജ് ചെയ്യുന്നതായിട്ടോ ഒക്കെ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഡ്രീംസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യത്തിലേക്ക് വരാനുള്ള സാധ്യതകൾ ഏറെയായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് കിടന്നുറങ്ങുന്നതിന് തൊട്ട് മുൻപ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അത് താനെ സ്വപ്നത്തിൽ വരികയും നെഗറ്റീവായിട്ട് മാനിഫെസ്റ്റ് ആവുകയും ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ ചെയ്യാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കാം. ആൻഡ് ഓൾസോ റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് നിങ്ങളോട് പറയുന്നത്? ഏഞ്ചൽ ഗൈഡൻസ് തന്നെയാണ്. റൊമാൻസ് ഏഞ്ചൽസ് എന്താണ്? ഗീവ് യുവർ റിലേഷൻഷിപ്പ് എ ചേഞ്ച്, വർക്ക് ഓൺ യുവർ പാർട്ട്ണർഷിപ്പ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇന്നർ വർക്ക് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഹീലിംഗ്, മെഡിറ്റേഷൻ, പ്രാർത്ഥനകൾ, അഫർമേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക, വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ഈ ഒരു പാർട്ട്ണർഷിപ്പിൽ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ഓൾസോ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പോൾ ഇപ്പോൾ ഒരു സെപ്പറേഷൻ പീരീഡ് ആണ്, അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾ ഈ പേഴ്സണെ കുറിച്ചിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് സൈൻസ് തരും എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ വേണ്ട എന്ന് വെക്കുമ്പോൾ ഈ പേഴ്സണെ കുറിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ, അതായത് ഈ പേഴ്സന്റെ മുഖസാദൃശ്യമുള്ള വേറെ ആരെങ്കിലോ അല്ലെങ്കിൽ ഈ പേഴ്സന്റെ പേരോ ഈ പേഴ്സന്റെ നാടോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കുക, നിങ്ങൾക്ക് ഈ പേഴ്സണിൽ നിന്ന് വിട്ടു പിരിയാൻ ഒരിക്കലും പറ്റില്ല. അതായത് നിങ്ങൾ തന്നെ ഈ പേഴ്സണെ വേണ്ട എന്ന് വെച്ചാലും യൂണിവേഴ്സ് അതിന് സമ്മതിക്കില്ല എന്നുള്ളതാണ് ഇവിടുത്തെ സത്യാവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനത്തെ സൈനുകൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, അതായത് ഈ റിലേഷൻഷിപ്പ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്, എനിക്ക് മതിയായി, അത്തരത്തിലുള്ള ചിന്തകൾ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സൈനുകൾ നിങ്ങൾ ഓൺ ദ സ്പോട്ട് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ വെയിറ്റ് ചെയ്യുക, എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കരുത്. ആൻഡ് ഓൾസോ നിങ്ങൾ രണ്ടുപേരും ബോത്ത് അട്രാക്റ്റഡ് ആണ്. ഈ ഒരു സെപ്പറേഷൻ പീരീഡ് ആണെങ്കിലും ഈ പേഴ്സന്റെ ഒരു കണ്ണ് നിങ്ങളുടെ മേലിൽ ഉണ്ട്, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ മനസ്സ് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. ഫിസിക്കൽ പരമായിട്ട് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷെ മനസ്സുപരമായിട്ട് മാനസികപരമായിട്ട് ഈ വ്യക്തി എപ്പോഴും നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ട്. സോ ആ ഒരു അട്രാക്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെയാണ് റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത്. ആൻഡ് ഓൾസോ വെരി സൂൺ ക്ലിയർലി ഡിസൈഡ് വാട്ട് യു വാണ്ട് സോ ദാറ്റ് ഇറ്റ്സ് കംസ് ടു യു നൗ. അതായത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്താനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. വെരി സൂൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അപ്പൊ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ്. സോ പേഴ്സണൽ റീഡിങ് വേണ്ട ആൾക്കാർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. ടെക്സ്റ്റ് മെസ്സേജോ വോയിസ് മെസ്സേജോ അയക്കാം. കോള് ചെയ്യണ്ട, ഞാൻ എടുക്കില്ല. കോൾ ചെയ്യണ്ട, വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ അയക്കുക. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എനിക്ക് മെസ്സേജ് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.